മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള നീക്കം അത് ഏത് ഭരണകൂടം നടത്തിയാലും എതിർക്കപ്പെടേണ്ടതാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് മാധ്യമങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പരസ്യമായോ രഹസ്യമായോ നിയന്ത്രിക്കാൻ ഇന്നുവരെ ഒരു ഭരണകൂടവും തയ്യാറായിട്ടില്ല. ഇനി തയ്യാറായാൽ അതൊട്ട് വിജയിക്കുകയുമില്ല. കാരണം അതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ കെൽപ്പുള്ള നാടാണ് കേരളം. ഇത് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഇപ്പോഴും നടക്കുന്ന ചർച്ചകളാണ്. അടുത്തിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചില വാർത്തകളും വാർത്താ കാർഡുകളും നീക്കം ചെയ്യപ്പെട്ടു. അവയെല്ലാം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിക്കുന്നതോ അദ്ദേഹത്തിന് എതിരായതോ ആയ വാർത്തകളായിരുന്നു. സമാനമായ അനുഭവം കൈരളി, ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകൾക്കും ഉണ്ടായി. എങ്കിലും അത് പൊതുസമൂഹത്തിൽ ശക്തമായി ഉയർത്തിയതും വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയതും റിപ്പോർട്ടർ ചാനലായിരുന്നു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നായിരുന്നു വാർത്തകൾ നീക്കം ചെയ്തതിനെ ചാനൽ വിശേഷിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി എന്നാണ് റിപ്പോർട്ടർ ഉന്നയിച്ച ആരോപണം. കാരണം ഇത്തരത്തിൽ വാർത്തകൾ മറ്റ് നീക്കം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കോടതി നിർദ്ദേശം വേണം, അല്ലെങ്കിൽ പോലീസ് പരാതിപ്പെടണം, അതുമല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടണം. ഇവിടെ കോടതികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംശയം ഉയരുക സർക്കാരിലേക്കാണ്. തനിക്കെതിരായ വാർത്തകൾ നീക്കാൻ മുഖ്യമന്ത്രി സർക്കാർ സംവിധാനങ്ങൾ വഴി നീക്കം നടത്തി. അതാണ് മെറ്റ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് വാർത്തകളിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാം ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞയാഴ്ച വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകിയതാണ്. അത്തരമൊരു നിർദ്ദേശം താൻ നൽകിയിട്ടേ ഇല്ല എന്നാണ് സതീശൻ പറഞ്ഞത്. തനിക്കെതിരായ വാർത്തകൾ മാത്രമല്ല, അനുകൂലമായ വാർത്തകളും നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളതും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. നീക്കം ചെയ്ത വാർത്തകൾ പുനഃസ്ഥാപിക്കാനും ഇനി തന്നെ വിമർശിക്കുന്ന വാർത്തകൾ നീക്കം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടും മെറ്റയ്ക്ക് കത്തെഴുതാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആ വിശദീകരണം കൊണ്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. അന്ന് താൻ പറഞ്ഞാൽ മെറ്റ വാർത്ത നീക്കം ചെയ്യുമോ, അത്രയ്ക്ക് വലിയവനാണോ താൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത്ര നിഷ്കളങ്കമായല്ല കേരളം കണ്ടത്. കാരണം മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അതിനുള്ള അധികാരമുണ്ട്. ഒരു പരാതി കൊടുത്താൽ വാർത്തകൾ നീക്കം ചെയ്യാൻ മെറ്റ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഉരുണ്ടു കളിക്കുന്നു എന്ന തോന്നൽ ശക്തമായി തന്നെ തുടർന്നു. വിഷയത്തിൽ സൈബർ വിദഗ്ധർ ഉൾപ്പെടെ നടത്തിയ വിശദീകരണങ്ങളും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സംശയമുനയിൽ നിർത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സത്യാവസ്ഥ അറിയേണ്ടത് നിർണായകമായ വിഷയമായി മാറി. CPM ഉൾപ്പെടെ സർക്കാർ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നു എന്ന പ്രചരണം ശക്തമാക്കിയതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. അങ്ങനെ കഴിഞ്ഞ ദിവസം കേരള സൈബർ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്തയച്ചു. എന്താണ് സംഭവിച്ചത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാർത്തകൾ നീക്കം ചെയ്തതെന്ന് അറിയിക്കണമെന്ന ആവശ്യമാണ് സൈബർ പോലീസ് ഉന്നയിച്ചത്. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കൂടി ആവശ്യപ്രകാരമായിരിക്കും. അതിനിപ്പോൾ മെറ്റ നൽകിയിരിക്കുന്ന മറുപടി സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. വാർത്തകൾ നീക്കം ചെയ്തത് തങ്ങൾക്ക് പറ്റിയ പിഴവാണെന്നാണ് മെറ്റ അറിയിച്ചിരിക്കുന്നത്. AI സിസ്റ്റത്തിൽ വരുത്തിയ അപ്ഡേഷന്റെ ഭാഗമായി ഉണ്ടായ സാങ്കേതിക തകരാറാണ് പോസ്റ്റുകൾ അപ്രത്യക്ഷമാകാൻ കാരണമെന്നാണ് മെറ്റയുടെ മറുപടി. സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഏജൻസികളുടെയോ സമ്മർദ്ദമോ ഇടപെടലോ കാരണമല്ല വാർത്തകൾ നീക്കപ്പെട്ടതെന്നും മെറ്റ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി മെറ്റയുടെ ഈ മറുപടി CPM-ഉം റിപ്പോർട്ടർ ചാനലും വിശ്വാസത്തിലെടുക്കുമോ എന്നതിലേ സംശയമുള്ളൂ. റിപ്പോർട്ടർ ചാനലിൻ്റെ പരാതിയെ തുടർന്ന് അവരുടെ വാർത്തകളിൽ ഭൂരിഭാഗവും ഇതിനോടകം മെറ്റ സോഷ്യൽ മീഡിയകളിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വി.ഡി. സതീശൻ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നു, മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു തുടങ്ങിയ പ്രചരണത്തിനും അടിസ്ഥാനമില്ലാതായിട്ടുണ്ട്. മാധ്യമങ്ങൾ ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കുമെതിരെ ചെയ്യുന്ന വാർത്തകൾ നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഗൗരവതരമായ കാര്യമാണ്. അക്കാര്യത്തിൽ നടപടികളും പ്രതിഷേധങ്ങളും ഉണ്ടാവുകയും വേണം. ഭരണകൂടത്തിന് അതിൽ പങ്കുണ്ടെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരികയും വിമർശിക്കുകയും വേണം. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് മയക്കുമരുന്ന് കേസിൽ പിടിയിലായതുൾപ്പെടെയുള്ള വാർത്തകളാണ് അപ്രത്യക്ഷമായത് എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ വി.ഡി. സതീശനെയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നടന്നതെന്നതിൽ സംശയമില്ല. അതിനാണ് ഇപ്പോൾ മെറ്റ പൂട്ടിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തങ്ങൾക്കെതിരെ വലിയ ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ട സമയം തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത കൊടുത്തതിന്റെ പകവീട്ടലാണ് തങ്ങൾക്കെതിരായ കായിക വകുപ്പിന്റെ റിപ്പോർട്ടെന്ന് സ്ഥാപിക്കാനാണോ ചാനൽ ശ്രമിച്ചതെന്ന് സംശയിക്കേണ്ടി വരും. കഴിഞ്ഞ കുറേ കാലമായി CPM-ന്റെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ. കോൺഗ്രസിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുകയാണ് ചാനലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് കാണുന്ന ആർക്കും തോന്നിപ്പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത് അങ്ങേയറ്റം തീവ്രതയിൽ കണ്ടതുമാണ്. LDF മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണ് ചാനലിന്റെ മുതലാളിമാരും നേതൃത്വം കൊടുത്തവരും. അത് ഇല്ലാതെ പോയതിന്റെ ക്ഷീണം ഇനിയും ചാനലിനെ വിട്ടുമാറിയിട്ടില്ല എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.